എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ ഒരു ഫേസ് പാക്കുമായിട്ടാണ് കേട്ടോ. ഈ ഒരു ഫേസ് പാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യമേ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വയ്ക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇതൊക്കെ മാറിക്കിട്ടാനും സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ സ്കിന്നിലെ ഓയിലൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. വെയിലായിട്ടുണ്ടാകുന്ന കരുവാളിപ്പൊക്കെ ആദ്യ യൂസ് തന്നെ മാറിക്കിട്ടാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പായ്ക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം തന്നെ നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പായ്ക്കിന് നമുക്ക് ആദ്യം വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നന്നായിട്ട് തന്നെ മുട്ടയുടെ വെള്ള എടുക്കുന്നുണ്ട്. മുട്ടയുടെ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഓപ്പൺ പോർസൊക്കെ നന്നായിട്ട് മാറിക്കിട്ടാനും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സിൻ്റെയും വൈറ്റ് ഹെഡ്സിൻ്റെയും ഒക്കെ ശല്യമുള്ളവർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ മുട്ടയുടെ വെള്ളം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് ഡ്രൈ സ്കിന്നുകാരാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്കിതിൻ്റെ എഗ് വൈറ്റിന് പകരമായിട്ട് എഗ്ഗിൻ്റെ യെല്ലോ പാർട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നെടുക്കുക, സ്കിൻ ടൈപ്പ് അനുസരിച്ച് എടുക്കുക. അപ്പോൾ മുട്ടയുടെ വെള്ള നമുക്ക് എടുക്കാനായിട്ട് എളുപ്പത്തിന് നമുക്കറിയാം. മുട്ടയുടെ വെള്ളയുടെ ഒരു വശം പതിയെ ഒരു കൂർത്തായിരിക്കും. ആ ഒരു വശം നമ്മളിത് ഇതുപോലെ പൊട്ടിക്കുകയാണെങ്കിൽ മുട്ടയുടെ വെള്ള തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ നമുക്കിത് ഈ ഒരു പായ്ക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒരു 2 തവണ ചെയ്താൽ മതി. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് നമ്മുടെ ഫേസിലെ ഓയിലൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ അത്യാവശ്യം ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു പായ്ക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയാറുണ്ട് എപ്പോഴും ഏത് പായ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇനി നമുക്കിത് നന്നായിട്ട് ഈ മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണം ഈ മുട്ടയുടെ വെള്ളം. എന്നിട്ടാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ആ മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. കടലമാവ് നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വയ്ക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു പായ്ക്ക് എല്ലാവരും ചോദിക്കാറുണ്ട് കൊച്ചു കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്നുള്ളത്. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ട് നമുക്കൊരു 5 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെമൺ ജ്യൂസാണ് കേട്ടോ. ലെമൺ ജ്യൂസ് ചേർത്തിട്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യേണ്ട. കാരണം അതൊരു 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ലെമൺ ജ്യൂസൊക്കെ ചേർത്ത് യൂസ് ചെയ്താൽ മതി. 5 വയസ്സിന് മുകളിലേക്ക് ഈ 2 കൂട്ടം മാത്രം മതി. വളരെ എഫക്റ്റീവാണ്, സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യും. പിന്നെ ഞാൻ മുട്ടവെള്ളയും നേരത്തെ ഒരു പായ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ ലെമൺ ജ്യൂസും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഈ റിസൾട്ട് ഇരട്ടിയാണ് കേട്ടോ. ഞാനിത് ഒരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയതാണ്. വളരെ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്നോർത്താണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്ത് തന്നെ. അപ്പോൾ ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ലെമൺ ജ്യൂസാണ് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ ഗ്രാൻഡ് ഫ്ലവർ അതായത് കടലമാവ് 2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എഗ് വൈറ്റ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ മനസ്സിലായല്ലോ, ടീസ്പൂണും ഉണ്ട് ടേബിൾ സ്പൂണും നമ്മളിതിനകത്ത് അളവിലുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പോൾ ലെമൺ ജ്യൂസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു ഗ്ലോ കിട്ടും. അതുപോലെ തന്നെ സൺടാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റും. വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ലെമൺ ജ്യൂസിൽ. അതുകൊണ്ട് തന്നെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യും. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ജെല്ല് പരുവാകും. നന്നായിട്ട് മിക്സായിട്ട് ഈ മുട്ടയുടെ വെള്ളയും കടലമാവും അതുപോലെ തന്നെ ലെമൺ ജ്യൂസും കൂടി നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ഒരു നല്ലൊരു ജെല്ല് പോലെയാകും. ആ ഒരു ഭാഗം ആകുന്നത് വരെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. കണ്ടില്ല, നന്നായിട്ട് അത് 3ഉം കൂടി നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് നമുക്കൊരു ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് ഇത് നന്നായിട്ട് ഡ്രൈ ആവും. ഒരുപാട് ഉണങ്ങി വലിഞ്ഞ് മുറുകി ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യേണ്ട. കാരണം ഒരു 5 മിനിറ്റ് ഏകദേശം ഒരു ടൈമാണ്. സാധാരണ രീതിയിൽ ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ ചിലപ്പം ഡ്രൈ ആയിട്ടുണ്ടാകും. അതൊക്കെ ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഒരു ലെയറും കൂടി അപ്ലൈ ചെയ്തിട്ടാണ് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് വെള്ളം ഫേസിലേക്ക് ആദ്യമേ ഡാബ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പതിയെ ഒരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് മറ്റേ കൈയായിട്ടൊന്ന് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക.
അതുപോലെ തന്നെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക്